കേരള ഗ്രാമീൺ ബാങ്കിന്റെ കഴുത്തറപ്പൻ നടപടിക്കെതിരെ യുവജന സംഘടനകൾ പ്രതിഷേധിച്ചിട്ട് തൊട്ടു പിന്നാലെ ഇപ്പോൾ 3 പേരുടെ EMI പിടിച്ച പണം അത് തിരിച്ച് ബാങ്ക് നൽകിയിരിക്കുന്നു. റെയ്ഹാനത്ത്, റീന, മിനിമോൾ എന്നിവരുടെ അക്കൗണ്ടിലേക്കാണ് പണം തിരികെ നൽകിക്കൊണ്ടുള്ള അറിയിപ്പ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം 3 പേരല്ല, ഇതിൽ കൂടുതൽ പേർ ഇനിയും ഉണ്ട് എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. അപ്പോൾ ബാങ്കിന്റെ കൈവശം കൃത്യമായി ഈ വായ്പ എടുത്തവരുടെ ഡേറ്റാസ് ഇല്ലേ? ബാങ്കിന് ഈ ചൂരൽമലയ ദുരന്തം നടന്ന ഭൂമിയിലെ ആളുകളുടെ ഡേറ്റാസ്, അവരുടെ ബാങ്കിൽ നിന്നാണ് പണം എടുക്കുന്നത്. ഇത്രയേറെ എല്ലാ സംവിധാനങ്ങളും സാങ്കേതിക സംവിധാനമുള്ളപ്പോൾ എത്ര പേരാണ് ഈ മേഖലയിൽ നിന്നും പണം എടുത്തത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ വിവരമില്ലേ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുന്നത്. റെയ്ഹാനത്ത്, പണം തിരിച്ചു കിട്ടിയ ആൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റെയ്ഹാനത്ത്, താങ്കൾ ഈ ബാങ്കിൽ നിന്നും തുക എടുത്തതായി പറയുന്നു. EMI പിടിച്ചു, ആ പണമാണ് ഇപ്പോൾ തിരികെ നൽകാമെന്ന് അറിയിച്ചിരിക്കുന്നത്. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചോ? കിട്ടി. എനിക്കിപ്പോ തന്നെ ഒരു 10 മിനിറ്റ് മുന്നേ പൈസ കയറി. 1500 എന്റെ ബാങ്കിൽ നിന്ന് എന്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. പിന്നെ ശമ്പളം 6000 കയറി. 6000 1500 അപ്പൊ തന്നെ പിടിച്ച്. അതങ്ങനെ ഞങ്ങളവിടെ ന്യൂസുകാരൊക്കെ വന്നപ്പോ അവിടുന്ന് പറഞ്ഞിരുന്നു അവരോട്. അതിന്റെ പിറ്റേസം ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചിരുന്നു. അങ്ങനെ ഇപ്പൊ പൈസ തിരിച്ചു കയറിയിട്ടുണ്ടായില്ല. അപ്പൊ ഇന്ന് ഒരു 10 മിനിറ്റ് മുന്നേ പൈസ തിരിച്ചു കയറി. എന്നോട് ചോദിച്ചു ഞാൻ പൈസ വിടണമെന്ന്. അപ്പൊ ഞാൻ അതിനെ പറ്റി ഒരു അഭിപ്രായം ബാങ്കുകാരോട് പറഞ്ഞിട്ടുണ്ടായില്ല. തിരിച്ചു വിടണോ ചോദിച്ചപ്പോ ഇപ്പൊ തിരിച്ച് ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് ഇന്നിപ്പോ രാവിലെ ഒരു 10 മിനിറ്റ് മുന്നേ കയറി പൈസ. റെയ്ഹാനത്ത്, ഒരു കാര്യം, റെയ്ഹാനത്ത് കൂടാതെ റെയ്ഹാനത്തിന്റെ അറിവിൽ കണക്ക് എത്രയെന്ന് ബോധ്യമില്ലെങ്കിലും ഒരു ഏകദേശം കൂടുതൽ ആളുകൾ ഈ ബാങ്കിൽ നിന്നും ഈ ലോൺ എടുത്തവരായിട്ടുണ്ടോ അവിടെ? എങ്ങനെ മനസ്സിലായില്ല. അതായത് റെയ്ഹാനത്തിനെ കൂടാതെ റെയ്ഹാനത്തിന്റെ അറിവിൽ അറിയാവുന്ന ആരെങ്കിലും ഇങ്ങനെ പണം നഷ്ടപ്പെട്ടവരോ വായ്പ എടുത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഒരുപാട് ആളുണ്ട്. ഞങ്ങൾ കൂടെ പണിയെടുക്കുന്ന 2-3 ആളെന്റെ ഇതിലുണ്ട്. ഒന്ന് മിനിമോളാണ് ഞങ്ങളെ കൂടെ എടുത്ത തന്നെയാണ്. പിന്നെ നഷ്ടപ്പെട്ട മറുതായി, അവര് മരിച്ചുപോയി. അവരെടുത്തിട്ടുണ്ട് ലോൺ. ഒരു വലിയ ലോണൊക്കെ എടുത്തിട്ടുണ്ട്. ഹൗസിംഗ് ലോൺ ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അവരെ മരിച്ചു. അവരെ വീടും എല്ലാ മക്കളും ഒക്കെ നഷ്ടപ്പെട്ടു. 2 മക്കൾ, ഒരാള് ഗൾഫിലുണ്ടായിരുന്നു, അവനും. പിന്നെ ഒരാള് ഓലെ കൂടെ ഉണ്ടായത് തന്നെ ഓടി രക്ഷപ്പെട്ടതിൽ 2 ആൺകുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ബാക്കി എല്ലാവരും പോയി. 4 മക്കളായിരുന്നു. അവര് വലിയ ലോണൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ അറിവില് എല്ലാരും എടുത്തോലുണ്ട്. നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന പോലെ 2-3 ആള് നമ്മളെ കൂടെ പണിയെടുക്കുന്ന ആൾക്കാർ ലോൺ എടുത്തവരുണ്ട്. അതായത് ഈ EMI പണം നഷ്ടപ്പെട്ടവർ ഇനിയുമുണ്ട്. ഇനിയുണ്ട്. സ്റ്റീഫൻ ഒരാള് വലിയ ലോണൊക്കെ എടുത്ത ആളുണ്ട് അവിടുന്ന്. പിന്നെ സൊഹറാബി, ഒരുപാട് ആളുണ്ട്. വീടൊക്കെ ഇപ്പൊ നഷ്ടപ്പെട്ട് അസുഖമായി ആസ്പത്രിയിൽ കിടക്കുന്നവരൊക്കെ ഉണ്ട്. ഈ ബാങ്ക് മാനേജർ വിളിക്കുമ്പോൾ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? എന്നോട് പറഞ്ഞത് നിങ്ങളെ ശമ്പളത്തിന് സാലറിന്ന് പിടിക്കുന്ന ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ കമ്പ്യൂട്ടറിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് പിടിച്ചു പോയത്, അല്ലാതെ ഞങ്ങൾ ചെയ്തതല്ല. അപ്പൊ ഞാൻ ചോദിച്ചവരോട് അത് ബ്ലോക്ക് ആക്കിക്കൂടെ? ഇവിടെ ഉരുൾപൊട്ടി 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സാലറി നമ്മളെ ശമ്പളം കയറിയത്. ആ ശമ്പളം കയറിയതിന്റെ ശേഷം നിങ്ങൾ അത് പിടിച്ചെടുത്തതിന്റെ ശേഷം അത് പെട്ടെന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് ആയി പോയതാണെന്ന് പറയണമെന്നും ന്യായമല്ല സാറേ. അത് നിങ്ങൾക്ക് ബ്ലോക്ക് ആക്കായിരുന്നു. പക്ഷെ മുണ്ടക്കായി ഒരു വീട്ടിൽ നിന്നും ഒരാള് നഷ്ടപ്പെടാത്തൊരു വീട് അവിടെ ഇല്ല. എല്ലാം നമുക്കൊക്കെ 10-22 ആളാണ് നഷ്ടപ്പെട്ടത് നമ്മളെ കുടുംബത്തിൽ നിന്ന്. അപ്പൊ അത് ആരുമില്ല, നഷ്ടപ്പെടാത്ത മുണ്ടക്കായി ഒരാളില്ല. അപ്പൊ ആ മുണ്ടക്കായി ക്ഷമ ചോദിച്ചോ? അവരെന്നോട് ഒരുപാട് സംസാരിച്ച് എനിക്ക് ഭയങ്കര അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് എന്തും പറയാ, എന്താ വെച്ചാൽ നഷ്ടമൊന്നുമില്ല, ആള് നഷ്ടമല്ല, ഒന്നും നഷ്ടമല്ല. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങള് ഓടി രക്ഷപ്പെട്ടതിൽ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്ന് വരെ ഇന്നും ഞങ്ങൾക്ക് ശരിക്കും കറക്റ്റായിട്ടൊരു തെളിവ് കിട്ടിയിട്ടില്ല. ആരാണ് പോയത്, ആരാണ് ഞങ്ങളെ കുടുംബത്തിലില്ലെന്ന്. ഇപ്പൊ കണക്കെടുത്താൽ 23 ആളാണ് പോയിട്ടുള്ളത്. ആകെ 12 ആളാണ് മരിപ്പ ബോഡിയെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ ആ ടെൻഷനിൽ നിൽക്കുമ്പോൾ സാറ് ഞങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല എന്നുണ്ട്. കുറച്ചു നേരം ഞാൻ സംസാരിച്ചു. പിന്നെ അങ്ങനെ ഫോണിൽ ഞാൻ വിളിക്കുക ചെയ്തത് മാനേജറോട്. റെയ്ഹാനത്തിനെ കൂടാതെ റീന, മിനിമോൾ, ഈ 2 പേര് കൂടിയാണ് പണം അനുവദിച്ചിരിക്കുന്നത്. ഇതല്ലാതെ മിനിമോൾ സ്റ്റീഫൻ, ഓക്കെ. ഈ 2 പേരല്ലാതെ ഈ ഗ്രാമീൺ ബാങ്കിൽ നിന്ന് പൈസ എടുക്കുകയും ഈ EMI ഇനത്തിൽ പണം നഷ്ടപ്പെട്ടവരായിട്ട് വേറെയും റെയ്ഹാനത്തിന്റെ അറിവിൽ ഒരുപാട് പേരുണ്ടല്ലേ? ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ബാങ്ക് പറയുന്നത് കള്ളമാണ്? ബാങ്ക് പറയുന്നത് പിടിച്ചെടുത്തത് എത്ര ആളതാന്ന് എനിക്കറിയില്ല.
അത് മിനിമോളത് ഞാൻ ക്യാമ്പിൽ നിൽക്കുമ്പോ എന്റേതും മിനിമോളതുമാണ് അവിടെ പിടിച്ചത്. പിന്നെ ഈ അല്ല ഞാൻ അതാണ് ചോദിച്ചത്, ഈ പണം പിടിച്ച ആളുകൾ ആരെങ്കിലും രണ്ടാള്, മിനിമോൾ ഒന്നും റെയ്ഹാനത്ത്, ഞങ്ങൾ രണ്ടാളെ തൊഴിൽ അവിടെ അറിഞ്ഞത് ഞാൻ, അറിയാത്തത് ഇനി ആരെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. അതിന്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. ഒരുപാട് ആളുണ്ട്. വളരെ നന്ദി. റെയ്ഹാനത്താണ് പ്രതികരിച്ചത്. റെയ്ഹാനത്തിനും റീനയ്ക്കും മിനിമോൾ എന്ന വ്യക്തിക്കുമാണ്, ഈ 3 പേർക്കാണ് ഇപ്പോൾ ബാങ്ക് പണം തിരികെ നൽകിയിരിക്കുന്നത്. അതേസമയം പ്രതിഷേധിക്കുന്ന ആളുകൾ പറയുന്നത് ഇത്രയും ആളുകളല്ല, ഇനിയും ആളുകളുടെ എന്നും പണം പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലടക്കം ഇനിയൊരു വ്യക്തത വരേണ്ടതുണ്ട്. ബാങ്ക് മാനേജർ അവർ യോഗം ചേരുന്നുണ്ട്.